ഹലോ ഗൈസ്, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു ഫുൾ സ്ക്വാഡ് മാച്ചായിട്ടാണ് വന്നേക്കുന്നത്. ഈ മാച്ച് നമുക്ക് ബൂയി അടിക്കുന്നതാണ് നമുക്കുള്ളത്. നമുക്കെന്തായാലും ഇവന്മാർ ഇറങ്ങണം, അങ്ങോട്ട് തന്നെ ഇറങ്ങാൻ മാക്സിമം നോക്കാം. അവന്മാർ അങ്ങോട്ട് പോകണം, നമുക്ക് ഇവിടെ ഇറങ്ങാം ഗൈസ്. ഇവിടെ ഇറങ്ങുമ്പം നമുക്ക് കുറേ കില്ലെടുക്കാം ഗൈസ്. ഇവിടെ നമുക്ക് VSS ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഗൈസ് ഇത്. അപ്പോൾ നമുക്ക് നല്ല യൂസ്ഫുൾ ആവുന്ന ഒരു സാധനമാണ്. നമുക്കിവിടെ രണ്ടെണ്ണം കൂടി വന്ന് അടിച്ച് ഗൈസ്. ഫായിട്ട് ഈ സാധനം പിന്നെ കുഴപ്പമില്ല. നമുക്ക് നേരെ അവനങ്ങ് ഇതിലെന്തായാലും വിറ്റിട്ട് അടിക്കണം, എന്നാലേ നമുക്ക് റിവൈവ് ആയി വരാൻ പറ്റുള്ളൂ. ഒരുത്തൻ കഴുപ്പൻ ഗൈസ്, ചുമ്മാ റഷ് അടിച്ചാണ്. നമുക്ക് എന്തായാലും കൊടുക്കാം. നല്ല യെസ് വിറ്റൊരു. പക്ഷേ അവൻ എങ്ങനെ ചത്ത? പക്ഷേ ഇത് നിസ്കാ. നമുക്ക് ഇവിടെ ഇറങ്ങാം ഗൈസ്. ഈ ചുമപ്പിൽ അത് പൊളിയായിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് ഡാമേജ് കൊടുത്തോളൂ. എനിക്ക് തോന്നുന്നു നേരത്തെ തന്നെ നല്ല ഡാമേജ് കയറി തോന്നുന്നു. ഒരു കില്ല് കിട്ടി ഗൈസ്. നമുക്കിനി കുറച്ച് കില്ലെടുക്കണം. നമുക്ക് നമ്മളെ മോനെ 31 HP രക്ഷപ്പെട്ടത് ഗൈസ്. നമ്മൾ ജസ്റ്റിനാണ് രക്ഷപ്പെട്ടത്. അങ്ങനെ 2 കില്ലായിട്ടുണ്ട്. നമുക്ക് ഇവൻ്റെ ലൂട്ട് അങ്ങ് എടുക്കാം. ഈ ലൂട്ടുണ്ട്. അവിടെ ഞാൻ സ്നൈപ്പ് കണ്ടു ഗൈസ്, ആ ഗരാജ് പോലത്തെ ആ സാധനത്തിൻ്റെ അകത്ത്. യെസ് സ്നൈപ്പ്. ഇത് വെച്ച് ഇനി കൊല്ലണ എനിമിയെ കുറച്ച് ഇമോട്ടൊക്കെ അടിച്ച് കൊല്ലാം ഗൈസ്. ചുമ്മാ ഇവൻ ലോങ് ആയിപ്പോയി ഗൈസ്. നമുക്ക് ഇമോട്ട് അടിച്ചിട്ട് കാര്യമില്ല, നമ്മളെ കാണൂല. ഷോട്ടിൽ ഏത് എനിമി വന്നാലും ഇമോട്ട് അടിക്കും. ഷോട്ടിൽ ഏത് എനിമി വന്ന് നമ്മൾ കൊല്ലണം ആ എനിമിയെ നമ്മൾ അടിക്കും ഗൈസ്. നമുക്കിവിടെ നിന്ന് തന്നെ ഇവിടെ നിന്ന് നോക്കാൻ. ഇവിടെ കുറേ എനിമീസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അവിടെ ഫുള്ള് ഗ്ലൂ. അവിടെ ഒരുത്തൻ്റെ ഒരു ഗണ്ണ് നമ്മൾ കണ്ടു. നമ്മളെ തലയിൽ അടിക്കുക എന്താ സ്കോപ്പ് ചെയ്ത് വെച്ച്. നമുക്കിവിടെ അവിടെ ഇല്ലയെന്ന് തോന്നണം ഗൈസ്. ജസ്റ്റ് അല്ലാതെ വേറെന്തോ കണ്ടാണെന്ന് തോന്നണം ഗൈസ്. പക്ഷേ ഒരു 4ാമത്തെ കില്ല്. ഈ കില്ലെങ്കിൽ ഇമോട്ട് അടിച്ച് കൊല്ലാൻ പറ്റിയെങ്കിൽ കൊള്ളായിരുന്നു. ഒരുത്ത് പറഞ്ഞോ അങ്ങനെ കൊന്നിട്ടുണ്ട്. ഇനി ഇവന് ഇമോട്ട് അടിക്കും. ഷോർട്ട് റേഞ്ച് തന്നെ കിട്ടി. ഷോർട്ട് റേഞ്ച് ഹീറോയ്ക്ക് അടിക്കാം. ഈ ഇമോട്ട് അടിക്കാം. ഇത് 2 മതി. ബാബു അല്ലേ, ഇത് 2 മതി ഗൈസ്. തലയ്ക്ക് കയറണില്ല. തലയ്ക്കനെ കൊണ്ട്. ഇതെന്തുവാ? ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ വന്നു ഗൈസ്. പണ്ടത്തെ പ്രശ്നം ഇപ്പോഴും തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഇന്നാളും ഇതേപോലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ മാറ്റിയപ്പം പിന്നെ വന്നില്ല. പിന്നെ ഇപ്പം എന്തോ പറ്റുമോ പിന്നെ ആ സാധനം വന്നെന്നാണ് തോന്നണത്. ഇനി പെർമനൻ്റ് ആയിട്ട് ആ സാധനം മാറ്റണം ഗൈസ്. ഇനി ഇവിടെ നിന്നിട്ട് കാര്യം വല്ലതും ഉണ്ടോ? എനിമീസ് ഒന്നും വേണില്ലല്ല. 4 തന്നെ എനിമീസ്. നമ്മൾ ചില വീഡിയോസൊക്കെ കാണുമ്പോൾ അതിലെല്ലാം എനിമീസും ഓപ്പണിങ് കൂടെ. നമ്മൾ കളിക്കാൻ മാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും എനിമിയൊന്നും അങ്ങനെ പോവില്ല. എല്ലായിടത്തും ഈ കണ്ണനെ എക്സമേറ്റ്. നമുക്കിനി ഈ വീട്ടിൻ്റെ മണ്ടയിൽ എനിമി ഉണ്ടോ എന്നൊരു ചെറിയൊരു ഡൗട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തൊന്നുമില്ല. ആവശ്യമുള്ളൊന്നുമേ ഇല്ല ഇതിലും. അവിടെ ഫൈറ്റഡാണ് ഗൈസ്. ഇതിൽ ഇതെടുക്കാം.
ഓക്കെ, നമ്മൾ ഈ സാധനം അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈറ്റ് എടുക്കാൻ പോവാം. ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി നിന്ന് അടിക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. കിട്ടുമോ എന്തോ ഷോർട്ട് റേഞ്ച്. ലോങ് കിട്ടൂല. നമ്മൾ പറയുന്നു അവനടിക്കാം. ഇവന്മാരെല്ലാം ഇങ്ങനെ അവ അവിടെ പൊക്കിയിട്ടാണ് നിന്നാണ് സപ്പോർട്ടൊന്നും വേണ്ടേന്ന്. നമുക്ക് ഗ്ലൂ ഇടാം. അതാ അവന്മാർ നമ്മളെ സ്പോട്ട് ചെയ്ത് ഗൈസ്. നമുക്കിവിടെ നിൽക്കാം, കുഴപ്പമില്ല. ഒരു 1v2 എടുക്കാൻ പറ്റുമോ നോക്കാം, റഷ് അടിക്കുകയാണെങ്കിൽ. അവന്മാർ റഷ് തന്നെ ജിയോമ്പ് എടുത്ത് നിൽക്കണേന്ന് നല്ലത്. അവന്മാർ വന്നിട്ടുണ്ട്. നമുക്കിവിടെ നമ്മളെന്തിനാ ഗ്ലൂ ഇടണം? ഗ്രനേഡ് ഉണ്ടല്ലേ. അവനടിക്കാൻ ഫുൾ ടൈം തൊട്ടാൽ മതി. നേരെ കയറി റഷ് അടിക്കാൻ. ഇത്രയും തൊട്ടടുത്തോട്ടുമ്പോൾ ഓക്കെ. കില്ല് നമുക്ക് അങ്ങ് ഫിനിഷ് ആക്കാം. അവിടെ ഒരു ഇനിയുണ്ട്. അവൻ എന്തായാലും ഇങ്ങോട്ട് ഇനി കയറി വരാൻ പറ്റൂല. നമുക്ക് എന്തായാലും ഇവിടെ തന്നെ നിൽക്കാം. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു അവർ രണ്ടുപേരും കൂടി വരുമെന്ന്. സ്കൈലർ വീണ് ഉണ്ടാവും എൻ്റെ പോന്നെ. ഗ്ലൂഡാകെ ബാക്കിൽ കൂടെ ഫീസ് എന്തിട്ട് ഫൈറ്റിൻ്റെ ഇടയിലാണ് ഇത് കാണാം. കില്ലെടുക്കാൻ പറ്റുമോ? ഒരു കില്ല് കിട്ടി. കില്ല് അവർക്ക് കിട്ടിയാന്തോ. രണ്ടുപേരും കൂടി ഷോർട്ട് റേഞ്ച് ബുള്ളറ്റൊന്നും കൊണ്ടില്ല. ഒരു നോക്കും കിട്ടിയാൽ മറ്റവനെ അങ്ങ് അടിച്ചെങ്കിൽ മതിയായിരുന്നു. ചത്ത്. എടോ ഒന്ന് പോയി പൊക്കടാ. ഇവൻ വേഗം പോയി പൊക്കോ എന്തോ. മറ്റേ ഇവന്മാർ കൊല്ലണം. അവന്മാർ വേണം. ഗ്ലൂട്ട് വേഗം പോടാ. ഗ്ലൂട്ടടാ. ലാൻഡ് മൈന് ബുദ്ധിയുണ്ട് ഗൈസ്. നമുക്ക് നമ്മളെ പോക്കണേ. എന്നെ പൊക്കണില്ല. ഇവ എന്തിനു കാണിക്കണത്? എടാ പൊക്കടാ. ഇവ എന്തെന്ന്? എടാ എനിമിയാരോടാ പൊക്ക്. പൊക്കിയാണ് എന്തിനു കാണിക്കാൻ നിൽക്കണം. നമ്മൾ പൊങ്ങിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും അവൻ ചാകും. നമുക്ക് ഇവന്മാരെല്ലാവരെയും കൂടി പൊക്കാം. ഇവിടെ ഇറങ്ങാം. അവിടെ ഫുൾ എനിമിയാണ്. നമുക്ക് ഇവിടെ പോയിരുന്നിട്ട് എല്ലാവരെയും റിവൈവാക്കി വിടാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഒരാളെങ്കിലും നമ്മൾ റിവൈവാക്കി വിട്ടിരിക്കും. ഇത്രയും ടോക്കുണ്ടല്ലോ, അപ്പം പിന്നെ കുഴപ്പമില്ല. നല്ല കണ്ടിട്ട് എൻ്റെ ഷീൽഡുണ്ട്. ആ ഷീൽഡ് ഫുള്ളാവുകയും ചെയ്തു. ഇനി എവിടെ പോകണം? നമുക്ക് ഈ വീട്ടിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങോട്ട് കയറി വെക്കാം. ചിലപ്പോൾ നല്ല ഗൺസെല്ലൊന്നും കിട്ടിയാലോ. ഇതെടുക്കാം. ഇതാണ് നല്ലത്. കുറച്ച് ബുള്ളറ്റും കൊണ്ട് എടുക്കാം. ഓക്കെ പൊക്കോ. ഒരുത്തൻ്റെ നെറ്റും പോയി ഇതിൻ്റെ ഇടയ്ക്ക്. ഇവന്മാരൊക്കെ നെറ്റ് ഇങ്ങനെ പോണ ഇഷ്യൂ ഉള്ളവന്മാരൊന്നും കളിക്കാൻ വരാതിരിക്കുന്നതിന് നല്ലത്. ഇതേപോലെ സ്ക്വാഡ് മാച്ച് കളിക്കുമ്പോൾ 4 പേരെ വെച്ച് കളിച്ചാലേ പറ്റും. കിട്ടിയില്ല. ഇതെന്ത് വെച്ച് സ്റ്റക്കായത്? വാട്ട് ഹാപ്പൻഡ്? സ്റ്റക്കായി. എന്ത് പറ്റി? പോവാം. എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു സ്റ്റക്കായി. ഞാൻ ഇപ്പം ഒന്നേന്ന് എടുത്തിട്ടുണ്ട്. നമ്മൾ അവിടെ നോക്കി നിൽക്കരുത്. നമ്മളിതുവരെ പോയി നൈസിനാക്കി എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം പോയി പൊക്കി വിടാം ഗൈസ്. പോയി പൊക്കി വിടാം. ഇത് ഇടയ്ക്ക് അവൻ്റെ നെറ്റ് ഇഷ്യൂവിനെ പറ്റി പറഞ്ഞുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. എൻ്റെ നെറ്റ് ഇപ്പം കുറേ പോയി. ഇടയ്ക്കിടയ്ക്ക് ലാഗ് അടിക്കുന്നു. ഇനി ലാഗ് അടിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് വേഗം പോയി ഇവരെല്ലാവരും പൊക്കിയിടാം.
മൂന്നാൾ തന്നെ പൊക്കിയിട്ടുണ്ട്. അവന് എന്തായാലും നെറ്റില്ല. കുറേ നേരമായി വരാമെന്ന് പറഞ്ഞിരുന്നിട്ടും ഇല്ല. ആനഞ്ഞ് പൊക്കണ്ട. ബോളാണ്. ഫ്രിഡ്ജ് എടുക്കണം. അത് മതി. നമുക്കിനി എന്തായാലും കുതിര എടുത്ത് പോകാം ഗൈസ്. എല്ലാവരും ഇവന്മാർ ഈ സമയത്ത് പൊക്കി ഇട്ടിട്ടും കാര്യമില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഗൺസും കിട്ടൂല, സോണുമാണ്. എനിമീസ് എല്ലാം ഒരു സൈഡിൽ ഇങ്ങനെ തന്നെ നിൽക്കും. നമുക്ക് എന്തായാലും ഇവിടെ നിന്നാണ്ട് അവിടെ പോകാം ഗൈസ്. അവിടെ പോയി നിൽക്കുമ്പോൾ കുറച്ച് എനിമീസിനെ കിട്ടും. ഇവിടെ നിന്നാലും മതി. ഈ വീട്ടിൻ്റെ ഇവിടെ നിൽക്കാം ഗൈസ്. ഒരു കിലോ എടുത്ത് ഈ സമയത്ത്. ഓക്കെ ഗൈസ്, നമുക്ക് ഇതിൻ്റെ സാധനങ്ങളിൽ വാങ്ങുന്നുണ്ടോ? അതിൽ ഒന്നുമില്ല. നമുക്കിവിടെ നിൽക്കാം. ഇവിടെ ഒരു നമ്മുടെ ടീമേറ്റ് ആരെങ്കിലും ഇവിടെ വന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സപ്പോർട്ട് കിട്ടുമായിരുന്നു. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് അവിടെ പോവാം. എൻ്റെ ഇവിടെ നിൽക്കാം ഗൈസ്. കുറച്ച് ബുള്ളറ്റ് എടുക്കാം. അവിടെ നിൽക്കുന്ന എനിമി കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ചുമ്മാ ജസ്റ്റ് ഒരു റിസ്ക് എടുത്ത് നോക്കാം. ഇതൊരു ആരോ വേണം തോന്നണം. മറ്റേ സിപ്പ് ലൈൻ ഇതാണ്. നമുക്കിവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം. ആരും വേണില്ല. ഇതിൻ്റെ മണ്ടയിലോട്ട് തന്നെ തിരിച്ചു പോവാം. ഇവിടെ എനിമീസ് ഒന്നുമേ ഇല്ലല്ലോ. ഇവ എങ്ങോട്ട് പോണത്? ഇവ മിക്കവാറും ചാവും. അവിടെ ആ വീടിൻ്റെ അകത്ത് ഫുൾ എനിമീസാണ്. ഞാൻ വീട്ടിലാണ് പോണെന്ന് തോന്നണ്. അല്ല 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 അവിടെ പോണ. അത് ജസ്റ്റ് പോലെ ചുമ്മാ ഇതിൻ്റെ ഇതാക്കിയിടല്ലേ. ഫൈറ്റ് ഇടാൻ നൈസിന് പോയി നോക്കാം. ചത്തെന്ന് തോന്നുന്നു നൈസ്. ഇവ റഷ് അടിക്കാൻ പോകണം. ഞാൻ എന്തായാലും ഇപ്പം പോണില്ല. ഇപ്പം പോയാൽ ചാവും. ഈ സാധനം എടുക്കാം. ഇവിടെ നല്ല ഡാം. അവന് ഒരു കില്ല് ഇപ്പം എടുക്കാം നൈസിന്. താഴെ ഇറങ്ങി ശവൻ ചത്ത്. പിന്നെ ആ കില്ല് ആവും കിട്ടാൻ നോക്കാം. ഒരു കില്ല് എന്തായാലും ഇതിൻ്റെ മണ്ടയിൽ പോവാം ഗൈസ്. അതുകൊണ്ട് കഴിഞ്ഞ് പോകണം. അവനെ കിട്ടുമോ നോക്കാം. ഇതിന് മണ്ടയിൽ പോകും. അവിടുത്തെ ഫുൾ എനിമീസ്. എൻ്റെ മോനെ ഒരു എനിമി. ആ കില്ല് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ? കില്ല് 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 കില്ല്. യെസ്, ആ കില്ല് കംപ്ലീറ്റ് ആക്കി. എൻ്റെ പൊന്നെ ഇല്ല. ഗ്ലൂ വീരണില്ല. ഈ സാധനം ഇതിൻ്റെ ഇടയ്ക്ക് കയറി വന്നു. ഗ്ലൂമാണ് വന്നില്ല. ചത്ത്. ഇപ്പം ആവാണ് ഫിനിഷാക്കി കൊണ്ടുപോകും. ഫിനിഷാക്കി. ഞാൻ അല്ലാതെ ഇവ ഒറ്റയ്ക്ക് എന്തായാലും അതെടുക്കൂലെ. ഇവ ഇവിടെ ഗ്ലൂ ഒക്കെ ഇട്ടിരിക്കട്ടെ. ഈ ബണ്ടിൽ നമ്മളെ കയ്യിലുണ്ട്. ഇത് ഇതിൻ്റെ സമയത്ത് വന്ന ഇതാണ്. ഇയാളെ അവന്മാരുടെ അടുത്ത് കളിക്കാൻ വേണ്ട. റെഡ് ക്രിമിനലിട്ട് അവന്മാരാണ് എന്നെ കൊന്നത്. അവന്മാർ ഇതിൽ കുറേ ആൾക്കാരുണ്ട്. എനിക്ക് അവരെല്ലാവരും അതിൽ ഉള്ള 2 പേര് ഒരുമിച്ചാണ് കളിക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവൻ്റെ ഗെയിം പ്ലേ നോക്കാം. ഇവൻ ബൂയി അടിച്ച് ഇവനെ സമ്മതിക്കും. അത് അവിടെ ഉണ്ട് 2 എണ്ണം പ്രോ പ്ലെയേഴ്സാണ്. 2 പേരുണ്ട്. എന്തായാലും കിട്ടൂല. അവൻ ഈ ഗ്ലൂ പൊട്ടിച്ച് ഗ്ലൂവിൽ തന്നെ അടിക്കണത്. ഗ്ലൂ തന്നെ. പക്ഷെ അതിൻ്റെ മണ്ടയിലാണ് സ്കോപ്പ് ചെയ്തേനെ. ഓക്കെ ഓക്കെ. ജസ്റ്റിനാണ് രക്ഷപ്പെട്ട. ഇവ എന്ത് ചെയ്യാന്ന് അറിഞ്ഞാൽ ഹീല് തന്നെ അടിക്കണം. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. നീ ഈ മരത്തിൻ്റെ കവറിൽ കയറി. ഇവിടെ പാറയുടെ ബാക്കിൽ കയറിടാ. കവറിൽ കയറി. ഇവ എന്തിനാ എല്ലാം ഗ്ലൂ ഇങ്ങനെ പൊട്ടിക്കണത്? എനിമീസ് എല്ലാം അലേർട്ട് ആവുകയുള്ളൂ. എടാ അവിടെയാണ് മറ്റവന്മാരെ കൊള്ള. ഇതിൻ്റെ ബാഗിൽ സ്കൈലറ്റ് ഉണ്ടല്ലേ.
അവിടെ ഫുൾ അവന്മാരെല്ലാം ഗ്യാങ് ആയിട്ട് ഇരിക്കുകയാണ്. ചത്തു. വല്ല ആവശ്യം ഉണ്ടായിരുന്നു അവന്മാരുടെ കാര്യം